രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളാൽ ബുദ്ധിമുട്ടുകയാണ് പാകിസ്ഥാൻ. ഗതികേടിന്റെ കാലമെന്ന് പറഞ്ഞാലും തെറ്റില്ല. പാകിസ്ഥാൻ തങ്ങളുടെ വിദേശ നാണ്യ ശേഖരത്തിന് കരുത്തേകുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുമായി അമേരിക്കയോട് $1000 കോടി അതായത് $10 ബില്യൺ അടിയന്തര എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചതിലൂടെ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന് അയച്ച അപേക്ഷയിൽ 5 വർഷത്തെ കാലാവധിയുള്ള ഉഭയകക്ഷി ധനസഹായ പദ്ധതിയാണ് ഇസ്ലാമാബാദ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുക ലഭിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ രൂപയുടെ മൂല്യത്തകർച്ച തടയാനും വിദേശ നാണ്യ ശേഖരം ഉയർത്താനും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുള്ള വായ്പകളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സാധിക്കും. നിലവിൽ $700 കോടി IMF പദ്ധതിയുടെ ഭാഗമായി കടുത്ത നികുതി വർധനവും സാമ്പത്തിക നിയന്ത്രണങ്ങളും രാജ്യത്ത് നിലവിലുണ്ട്. നേരത്തെ ചൈന, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വായ്പകളെയും നിക്ഷേപങ്ങളെയുമാണ് വിദേശ നാണ്യ ശേഖരത്തിനായി പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ യുഎസുമായി സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് നിക്ഷേപങ്ങളും ധനസഹായവും ഉറപ്പാക്കാനാണ് പാകിസ്ഥാന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ട്രംപ് കുടുംബത്തിന്റെ പ്രധാന ക്രിപ്റ്റോ ബിസിനസ്സായ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലുമായി സഹകരിച്ച് അതിർത്തി കടന്നുള്ള പണമിടപാടുകൾക്കായി കരാർ ഒപ്പിടുകയും ന്യൂയോർക്കിലെ PIAയുടെ ഉടമസ്ഥതയിലുള്ള റോസ്വെൽറ്റ് ഹോട്ടൽ പുനർവികസിപ്പിക്കുന്നതിന് അമേരിക്കയുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ പാകിസ്ഥാനിലെ റെക്കോ ഡെക് ഖനന പദ്ധതിയിൽ $120 കോടി സാമ്പത്തിക സഹായം നൽകുമെന്ന് US എക്സിം ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കൻ ട്രഷറി വിഭാഗം വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിലും ഈ തുക അനുവദിക്കപ്പെട്ടാൽ അത് പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് താൽക്കാലിക പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം വലിയ രീതിയിൽ രാജ്യങ്ങളെ സാമ്പത്തികമായി ഉലച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെ യുദ്ധച്ചെലവും കുതിച്ചുയരുകയാണ്. $37.5 ബില്യൺ ഇറാനെതിരായ ആക്രമണത്തിനായി ചെലവായെന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് അറിയിച്ചത്. അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് 6 മാസം കഴിഞ്ഞ് വരാനിരിക്കെ യുദ്ധച്ചെലവിൽ ഭീമമായ വർധന ഭരണകൂടത്തിനും ട്രംപിനും ഒരു തലവേദനയാണെന്നതിൽ സംശയവുമില്ല. അതേസമയം ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിലും മതിപ്പില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് രഹസ്യ സന്ദേശം അയക്കാൻ ഇറാൻ നീക്കം നടത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാന്റെ ആഭ്യന്തരമന്ത്രിയും പാകിസ്ഥാൻ സൈനിക മേധാവിയും തമ്മിൽ റാവൽപിണ്ടിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇതിനാധാരമായ ചർച്ചകൾ നടന്നത്. നേരിട്ടുള്ള ആശയവിനിമയം പ്രയാസകരമായ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാനെ ഒരു മധ്യസ്ഥനായി ഉപയോഗിക്കാമെന്ന് ഇറാൻ ലക്ഷ്യമിടുന്നതായാണ് വിവരം. ഉന്നതതല ചർച്ചയ്ക്കിടെ ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയിൽ നിന്നുള്ള ഒരു രഹസ്യ സന്ദേശം ഇറാൻ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസിം മുനീറിന് കൈമാറിയതായി പാകിസ്ഥാൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള രഹസ്യ നയതന്ത്രത്തിനുള്ള മധ്യസ്ഥനായി വീണ്ടും പാകിസ്ഥാന്റെ സൈനിക നേതൃത്വം മാറുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.